കടല ബിരിയാണി റെഡിയാക്കിയാലോ? ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. നെയ്യും ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ഗ്രാമ്പു, പിന്നെ കുറച്ച് കറുവപ്പട്ട, പിന്നെ ഏലക്ക, പെരുംജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് 3 വലിയ ഉള്ളി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയാണ് ഉണ്ടായിന്, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഉള്ളിയുടെ സൈസ് ചെറുതാണെങ്കിൽ ഒരു 5-6 ഉള്ളിയെങ്കിലും എടുക്കേണ്ടി വരും. അപ്പം ഉള്ളി വഴറ്റുന്ന സമയത്തേക്ക് ഞാൻ കുതിർത്ത് വെച്ച കറുത്ത കടല ഒരു 4 വിസിലിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലാവുന്ന സമയത്തേക്ക് നമുക്ക് മിക്സിയിൽ ഒരു മസാല റെഡിയാക്കണം. അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പിന്നെ കുറച്ച് പുതിനയിലയും ഒരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അത് വന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളകെല്ലാം ഒന്ന് മാറിക്കിട്ടിട്ടില്ല. ആ സമയത്തേക്ക് 2 തക്കാളി നീളത്തിൽ മുറിച്ചതിടാം. പിന്നെ 2 പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഇടുന്നത് നല്ലത് സ്മെല്ല് കിട്ടാനാണ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്തേക്ക് നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. വെച്ചാൽ തക്കാളി ഒന്ന് വെന്ത് കിട്ടാനാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് തക്കാളി വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് തക്കാളി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ തക്കാളിയെല്ലാം വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള റൈസ് റെഡിയാക്കാം. ഞാൻ 3 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക, പെരുംജീരകം ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ ഞാൻ 6 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് നല്ലോണം മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തക്കാളിയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂണ് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക, അതിൻ്റെ പച്ചമണം മാറുന്ന വരെ. അപ്പം പൊടിയിലേക്ക് ഇടുന്ന സമയത്തേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം മസാലയുടെ പച്ചമണം മാറിക്കിട്ടിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കടല വേവിച്ചത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തേക്ക് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കടലെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അപ്പം നെയ്ച്ചോറിൻ്റെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഞാനിവിടെ വേവിക്കുന്നത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പം നെയ്ച്ചോറെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനം അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം. അപ്പം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ദമ്മ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ടുള്ള പുതിനയിലയും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കടല മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് റൈസ്. ഇതുപോലെ ആദ്യം ഒന്നും കൂടി മല്ലിപ്പൊടി ഇട്ടിട്ട് കടലയും അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ട് ഒരു 3 പ്രാവശ്യം അങ്ങനെ ഇട്ട് കൊടുത്താൽ ബിരിയാണി സെറ്റാവും. 3 ലെയറായിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമുക്ക് അവസാനം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് 2 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ജസ്റ്റ് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള കടല ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.